സാധാരണ നമ്മൾ പ്രീമിയർ ലീഗ് സീസണുകളിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളിലൊന്നാണ് യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മാച്ച്. അപ്പം ഈ ഒരു സീസണിൽ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് ഒക്കെ കാരണം യുണൈറ്റഡ് ഫാൻസിന് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഈ ഒരു മാച്ച് കാണേണ്ട ഒരു അവസ്ഥയാണ്. അട്ടർ ഹ്യൂമിലിയേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആ ഒരു 7-0 കഴിഞ്ഞ ആ ഒരു ഡിഫീറ്റിന് ശേഷം ഇന്നത്തെ മാച്ച് പ്രോബ്ലി യുണൈറ്റഡ് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് കളിക്കും, കുറച്ചുകൂടെ ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ സോൾഡായിട്ട് കളിക്കാൻ ആയിരിക്കും ടെൻ ഹാഗ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാച്ച് തോറ്റ് അട്ടർ ഹ്യൂമിലിയേഷനൊക്കെ യുണൈറ്റഡ് ഫേസ് ചെയ്ത് ടെൻ ഹാഗ് പുറത്ത് പോകുന്നത് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് എനിക്കറിയാം. ടെൻ ഹാഗിനെ പുറത്താക്കാനുള്ള ആ ഒരു ട്രിഗർ, യൂഷ്വലി നമുക്കറിയാം മാനേജേഴ്സിനെയൊക്കെ പുറത്താക്കുന്ന ആദ്യത്തെ ഒരു ട്രിഗർ തരുന്നത്, ആദ്യത്തെ ആ ഒരു തീപ്പൊരി ശരിക്കും തരുന്നത് മീഡിയാസാണ്. സ്കൈ സ്പോർട്സ് ഒക്കെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെൻ ഹാഗിൻ്റെ റീപ്ലേസ്മെൻറ്റുകളെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്രഹാം പോട്ടറിൻ്റെ പേരൊക്കെ എടുത്തു പറയുന്നുണ്ട്. ജിം റാഡ്ക്ലിഫിൻ്റെ പ്രിഫറൻസ് ഗ്രഹാം പോട്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രഹാം പോട്ടറിനെയും വെച്ചിട്ടാണ് ഇവർ ഈ ഒരു റീസെറ്റ്, ഇനി ഒന്നുകൂടെ റീസെറ്റ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലും നല്ലത് എന്നെ സംബന്ധിച്ച് ജിം റാഡ്ക്ലിഫ് വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ ആൾക്കാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ടെൻ ഹാഗിന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് പുള്ളി ആ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, പുള്ളിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുതന്നെ ആയിരിക്കും പ്രോബബ്ലി ഇവർ ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത്. എടുത്തിയാടി ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ടെൻ ഹാഗിനെ പുറത്താക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഗ്രഹാം പോട്ടർ എന്ന് പറയുന്ന ഈ ഒരു മാനേജർ നമുക്കറിയാം യാതൊരു രീതിയിലും പ്രൂവൺ ആയിട്ടുള്ള മാനേജർ അല്ല പുള്ളിയും ടെൻ ഹാഗിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഗ്ലോബലി ടെൻ ഹാഗിനായിരിക്കും കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൂവൺ ആയിട്ടുള്ള മാനേജർ ടെൻ ഹാഗ് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ വരെ അയാക്സിൽ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ വരെ കളിപ്പിച്ചു. അപ്പോൾ ആ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലും ടെൻ ഹാഗിനാണ്. അതുകൊണ്ട് തന്നെ ടെൻ ഹാഗാണ് കുറച്ചുകൂടെ പ്രൂവൺ മാനേജർ. പുള്ളി എന്ന് പറയുന്നത് പുള്ളിയുടെ ബ്രൈറ്റൺ ടീം നല്ല രീതിയിൽ ടീമിനെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിക്കുന്നു, നല്ല രീതിയിൽ ബ്രൈറ്റൺ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രൈറ്റൺ എന്ന് പറയുന്ന ടീം നമ്മളൊരു പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഫുട്ബോൾ സീസണിലേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ എങ്ങനെയും കടിച്ചു പിടിച്ച് കിടക്കുക എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താകാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബോണസുകളാണ്. ഈ ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിട്ടുക, അല്ലെങ്കിൽ ടോപ്പ് 10 വരിക, അല്ലെങ്കിൽ ടോപ്പ് 7, 6 വരിക എന്നുള്ളത് ബാക്കിയുള്ള ബോണസായിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അത്രയും എക്സ്പെക്റ്റേഷൻ ഗ്യാപ്പ് ഉണ്ട് യുണൈറ്റഡ് ചെൽസി അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ ചെൽസിയും ബ്രൈറ്റണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ചെൽസിയിൽ പോയിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ വലിയ ടീമിനെ ഓൾറെഡി പരിശീലിപ്പിച്ച് അത് അവിടെ ദുരന്തമായി മാറിയ പോട്ടറിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വീണ്ടും കാര്യങ്ങൾ മോശമാകത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ബ്രൂണോ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഭയങ്കര മോശമായി നിൽക്കുന്ന മിഡ്ഫീൽഡിനെ സംബന്ധിച്ച് ബ്രൂണോയും കൂടി ഇല്ല എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് എന്താ സംഭവിക്കാൻ വേണ്ടിയാണ് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഈ ഒരു ബ്രൂണോ പോകുമ്പം നമ്പർ 10 റോളിൽ കളിക്കുന്ന ബ്രൂണോ പോകുമ്പോൾ ആ നമ്പർ 10 റോളിൽ ആരെ കൊണ്ടുവരും? മക്ടോമിനെ കൊണ്ടുവരണം എന്ന് എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ മക്ടോമിനെ എന്ന് പറയുന്നത് ഗോൾ പോച്ചറാണ്. ഗോൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യാനൊക്കെ മിടുക്കനാണ്. ആ ഒരു പുള്ളിയുടെ വിത്തൗട്ട് ദ ബോളുള്ള പുള്ളിയുടെ പൊസിഷനിങ് അല്ലെങ്കിൽ റൺസ് ഇതൊക്കെ നമുക്ക് ഫൈനൽ തേർഡിൽ എഫക്റ്റീവാണ്. പക്ഷേ ആര് ചാൻസസ് ക്രിയേറ്റ് ചെയ്യും? ഈ ഒരു മിഡ്ഫീൽഡിൽ ബ്രൂണോയും കൂടെ പോകുമ്പോഴത്തേന് ആര് ചാൻസ് ക്രിയേറ്റ് ചെയ്യും? ഇപ്പം മൗണ്ടോ എറിക്സണോ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്പർ 10 സ്ട്രൈറ്റ് അവേ എറിക്സണെയോ മൗണ്ടിനെയോ ആരെങ്കിലും ഒരാളെ കളിപ്പിക്കായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൂൺ ആയിട്ടുള്ള ഒരു നമ്പർ 10 അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചാൻസ് ക്രിയേറ്റിംഗ് സോഴ്സ് ഇന്നത്തെ മാച്ചിൽ കാണത്തില്ല. അപ്പം കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ട പോലെ തന്നെ ഫൈനൽ തേർഡിൽ എത്തുമ്പോഴത്തേനും നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബോളൊക്കെ മര്യാദയ്ക്ക് പ്രോഗ്രസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ചീപ്പറായിട്ട് ബോൾ ലൂസ് ചെയ്യുന്നു, മറ്റേ ടീം ഓപ്പോസിഷൻ അറ്റാക്കിലേക്ക് വരുന്നു. അപ്പോൾ ഇത് തന്നെയായിരിക്കും പ്രോബബ്ലി ഇന്നത്തെ മാച്ചിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കോബി മെനു, അമ്രബാത്ത്, മക്ടോമിനെ ഇവരുടെ മിഡ്ഫീൽഡിൽ ഒരിക്കലും ഈ ഒരു മിഡ്ഫീൽഡ് എങ്ങനെ വർക്കാകും എന്ന് എനിക്കറിയത്തില്ല. അടിപൊളിയായിരിക്കും. എന്നാലും ഹനിബൽ മെയ്ബ്രിയുടെ കാര്യം പറയുന്നുണ്ട്. ഹനിബൽ മെയ്ബ്രി കളിക്കുമ്പോഴൊക്കെ കണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഒരുമാതിരി ഹെഡ്ലെസ് ചിക്കൻ എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഹെഡ്ലെസ് ചിക്കൻ പോലെ കുറേ ഓടുന്നുണ്ട്, മരിച്ച് ഓടും, ഹാർഡ് വർക്കൊക്കെ ചെയ്യും. പക്ഷേ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇന്നത്തെ മാച്ചിൽ മഗ്വയറും കൂടെ പോകുമ്പോഴത്തേനും ഡിഫൻസിൻ്റെ അവസ്ഥ ഭയങ്കര മോശം. ജോണി ഏവൻസ്
വെറാൻ നമുക്കറിയാം. വെറാൻ ഡിഫെൻസീവ്ലി നമുക്ക് പഴയ ആ ഒരു പ്രതാപം ഇല്ലെങ്കിലും സംഹവ് പുള്ളി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഡിഫെൻഡ് ചെയ്യും. പക്ഷേ കൂട്ടത്തിൽ ജോണി ഏവൻസ് ആണ്. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ലൂക്ക് ഷോ മാച്ചിൽ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന നല്ലൊരു കാര്യമുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കായിട്ട് പുള്ളിയെ കളിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പുള്ളി ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന കാര്യത്തിലും അവിടെ ഫൈനൽ തേർഡിൽ ചെന്നിട്ട് ക്രോസസ് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ബെറ്ററാണ്. ബാക്കിയുള്ള റെഗിയോണയും അതുപോലെ തന്നെ ഡാലോയൊക്കെ അപേക്ഷിച്ച് പുള്ളിയാണ് കുറച്ചുകൂടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആ ഒരു വിങ്ങിൽ കളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പുള്ളിയാണ്. പ്രോബബ്ലി ടെൻഹാഗ് വെറാനെ അല്ലെങ്കിൽ ഏവൻസിനെ ചിലപ്പം ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോളിൽ ലൂക്ക് ഷോയെ ചിലപ്പം കളിപ്പിച്ചേക്കാം. പക്ഷേ അതായിരിക്കരുത് ടെൻഹാഗിൻ്റെ ടാക്ടിക്സ്. ടെൻഹാഗ് ലെഫ്റ്റ് ബാക്കായിട്ട് ലൂക്ക് ഷോയെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ബോൾ പ്ലേയിങ് പ്ലെയേഴ്സിൻ്റെ അഭാവം കാരണം ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോഴത്തേനും ഇങ്ങനത്തെ ലൂക്ക് ഷോ പോണക്കത്തെ പ്ലെയർ ഫൈനൽ തേർഡിൽ കളിക്കേണ്ടത് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ റൈറ്റ് ബാക്കായിട്ട് വാൻ ബിസാക്ക കളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വിത്ത് ദ ബോൾ യുണൈറ്റഡ് ഒരു 3-5 എന്ന് പറയാവുന്ന കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത്, കുറച്ചുകൂടെ ഒരു സേഫറായിട്ടുള്ള ഓപ്ഷന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ആവശ്യത്തിന് വേണ്ട ആ ഒരു ഡിഫെൻസീവ് കവറും കിട്ടും, അറ്റാക്കിലാണെങ്കിലും ഇനഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു 3-5 വാൻ ബിസാക്കയെ പിടിച്ച് ഡിഫൻസിൻ്റെ ഭാഗമാക്കുക. 2 സെൻട്രൽ ഡിഫൻഡേഴ്സ്, കൂട്ടത്തിൽ വാൻ ബിസാക്ക. അപ്പോൾ ആ ഒരു ബാക്ക് 3 ഫോം ചെയ്യുന്നു. ഫ്രണ്ടിൽ അമ്രാബാത്ത് മെയിനോ, അപ്പോൾ അതേ നമുക്ക് ഓപ്ഷനുള്ളൂ. അമ്രാബാത്ത് മെയിനോ ഡബിൾ പിവറ്റ് കളിക്കുന്നു. ഇനി നമ്മൾ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ ഗർനാച്ചോ, റൈറ്റ് വിങ്ങിൽ ആന്റണിയെ കളിപ്പിച്ചാൽ പറ്റത്തുള്ളൂ. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. പെലിസ്ട്രിയെ കൊണ്ടുവന്നാൽ പെലിസ്ട്രി ഇതുവരെയായിട്ടും ആ ഒരു സീനിയർ ഫുട്ബോൾ അല്ലെങ്കിൽ ആ ഒരു സീനിയർ ക്ലബ് ലെവലിൽ സീനിയർ ഫുട്ബോളിൽ വന്നിട്ട് പുള്ളി ഇതുവരെയായിട്ട് ആ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ പുള്ളി അടുത്ത മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു സ്പാർക്കും പുള്ളി മാച്ചസിലൊന്നും കാണിക്കുന്നില്ല. സോ തമ്മിൽ ഭേദമായിട്ടുള്ള ആന്റണിയെ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. ഹോയ്ലൻഡ് തന്നെ സ്ട്രൈക്കറായിട്ട്, മാർഷ്യാലും ഇഞ്ചുവേർഡാണ്. സോ ഹോയ്ലൻഡ് സ്ട്രൈക്കറായിട്ട്, ബാക്കിൽ മക്ടോമിനെ ആസ് എ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് മക്ടോമിനെ. അപ്പോൾ ഈ ഒരു ടീം അങ്ങനെ 3-5 എന്നുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യട്ടെ എന്നാണ്. ലൂക്ക് ഷോ കൂടെ മുന്നിലേക്ക് അറ്റാക്കിലേക്ക് പോവുക. ബാക്കി ബാക്ക് 3 ഞാൻ പറഞ്ഞ പോലെ ഡബിൾ പിവറ്റ്, ഫ്രണ്ടിൽ അമ്രാബാത്ത്, കൊബി മെനു, ബാക്കി 5 പ്ലേയേഴ്സ് അറ്റാക്കിൽ. അപ്പോൾ ഈ രീതിയിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോർമേഷൻ വിത്ത് ദ ബോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് ഇന്നത്തെ മാച്ച് കളിക്കട്ടെ. ഹ്യൂമിലിയേഷൻ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മേ ബി ഒരു 1-0, 2-0 ഇതൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ. വേറെ ഒന്നുമില്ല. വേറെ ഇപ്പം മാച്ചിനെ പറ്റി പറയാനൊന്നുമില്ല. മാച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷനുകൾ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം. ബൈ ഗൈസ്.